ഡ്രൈവിംഗ് ലൈസൻസ് വിഷയത്തിൽ നയം മാറ്റി ഗതാഗത വകുപ്പ് മന്ത്രി. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനുള്ള എണ്ണം 30 നിന്നും 60 ആക്കി. നേരത്തെ ടെസ്റ്റുകളുടെ എണ്ണം 30 ആക്കി കുറയ്ക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി ആകാശ് ചേരുകയാണ്. ആകാശ്, ഇതുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരും അടക്കം സൂചിപ്പിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണോ ഗതാഗത മന്ത്രിയുടെ പുതിയ തീരുമാനം? ഗുഡ് മോർണിംഗ് KP. അതായത് ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പരിഷ്കാരങ്ങൾക്ക് ഏർപ്പെടുത്താൻ എടുത്ത തീരുമാനങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ ഒരു പെട്ടെന്നുള്ള നയംമാറ്റം എന്നാണ് പറയപ്പെടുന്നത്. അതായത് സംസ്ഥാനത്ത് മെയ് 1-ാം തീയതി മുതലാണ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായി ഗതാഗത വകുപ്പ് പല നയങ്ങളും തീരുമാനിച്ചു വച്ചിരുന്നത്. അതിൻ പ്രകാരം നേരത്തെ 60 പേർക്കാണ് ഒരു ദിവസം ഡ്രൈവിംഗ് ലൈസൻസ് നൽകിക്കൊണ്ടിരുന്ന പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. ആ പരീക്ഷണത്തിൽ നിന്നും ഇപ്പോൾ 30 ആക്കി ചുരുക്കുകയാണ് പുതിയ തീരുമാനം എടുത്തിരുന്നത്. ഈ ഒരു തീരുമാനമാണ് ഗതാഗത വകുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ അവർ തീരുമാനത്തെ മാറ്റി, അതായത് നയം മാറ്റി വീണ്ടും 60-ലേക്ക് മാറ്റുന്നത്. അതിന് പ്രധാന കാരണമായിട്ടും പറയുന്നത് സംസ്ഥാനത്തെ ആകെ 80 ഗ്രൗണ്ടുകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലേക്കുള്ള ഗ്രൗണ്ടുകളാണ് വകുപ്പിനായിട്ടുള്ളത്. ഇതിൽ ഒരു ഗ്രൗണ്ടിൽ മാത്രമേ ഇതുവരെയ്ക്കും വകുപ്പ് പറഞ്ഞിട്ടുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. പുതിയ പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ സാധ്യമായിട്ടില്ല. അതുമാത്രമല്ല, സർക്കാർ ഗതാഗത വകുപ്പിനായിട്ട് ആകെ ഉള്ളത് 9 ഗ്രൗണ്ടുകളും ആണ്. ഇതിൽ മാത്രമേ ഇനി ആയാൽ പോലും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ബാക്കിയുള്ള ഗ്രൗണ്ടുകൾ പലതും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല വകുപ്പിന്റെ ഒരു പരിഷ്കാര നയങ്ങളും നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു നയം മാറ്റം. തിരുവനന്തപുരത്ത് നിന്നും ആകാശാണ് വിശദാംശങ്ങൾ നൽകിയത്.